ൊടുവിൽ എമ്പുരാന് സെൻസർ ബോർഡിന്റെ കടിഞ്ഞാൺ വരുന്നു. പ്രേക്ഷക പ്രതികരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ എമ്പുരാൻ സിനിമയിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. 17 ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും. വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റും. വ്യാപക പ്രതിഷേധം കാരണം നിർമ്മാതാക്കൾ തന്നെയാണ് ഈ മാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വോളണ്ടറി മോഡിഫിക്കേഷൻ എന്നാണ് ഈ നടപടിക്രമത്തിന് നൽകുന്ന വിശേഷണം. തിങ്കളാഴ്ചയോടെ ഇത് പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതികരണങ്ങൾ പ്രേക്ഷകർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതിനടക്കം നമ്മൾ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും KG കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, സിനിമയുടെ അണിയറക്കാർ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ ഉയർത്തി പ്രതിഷേധം അങ്ങനെ എല്ലാ ബഹളങ്ങൾക്ക് ശേഷം എല്ലാ കാര്യങ്ങൾക്ക് ശേഷം ഇപ്പം നടന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഈ സിനിമയിലുണ്ടെങ്കിൽ കുറച്ച് സീനുകൾ കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇതേ കണക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണെന്ന്. പക്ഷേ ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഥയിലുണ്ടെങ്കിൽ ചില സീൻസ് കട്ട് ചെയ്താൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത സീനുകളാണ്, ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് മേജറായിട്ടുള്ള സീനുകളായിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഒരു പ്രയോജനമില്ല. കാരണം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു രീതി തന്നെ മാറുകയാണ്. അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. ഒരു കഥയെന്ന് പറയുന്ന ഒരു രചയിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ ഉണ്ട്. അതിനകത്ത് മൊത്തം എഫേർട്ട് ഇട്ടാണ് ഒരു കഥ ഉണ്ടാക്കുന്നത്. സോ അവരുണ്ടെങ്കിൽ ഓരോരോ രീതിയിൽ ഇവിടെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് കഥ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ചെയ്തു വരുന്ന പടങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ മതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കുകയും അതിനെ തുടർന്ന് ആ കഥയിൽ നിന്ന് കുറച്ച് സീനുകൾ വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ കുറച്ച് കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുകയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പടത്തിനുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു വേ കിട്ടത്തുമില്ല. അതോടെ തന്നെ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഒരു പടം വന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ എടുക്കാൻ അറിയത്തില്ല. അതോടെ തന്നെ നടക്കുന്ന കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമാണ്. അതെന്തോ നടക്കാത്ത പോലത്തുള്ളൊരു പ്രഖ്യാപനമാണ് അവരുടെ കാര്യങ്ങൾ. പക്ഷേ അത് നടക്കുന്നതിലൊന്നും അവർക്ക് കുഴപ്പമില്ല. അതൊരു സിനിമ വരുന്നതാണ് ബാക്കിയുള്ളവരുടെ പ്രശ്നമായിട്ട് വരുന്നത്. സോ അതിനെ തുടർന്നുകൊണ്ട് ഇപ്പോൾ പടത്തിൻ്റെ കുറച്ച് സീനുകൾ അതോടെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ പേര് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്.